എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ലക്ഷ്മി പൂജ ടാരോ എബൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം. റേക്കി വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ത്രോട്ട് ചക്ര അല്ലെങ്കിൽ വിശുദ്ധി ചക്രയെക്കുറിച്ചാണ്. വിശുദ്ധി എന്നത് ഒരു സംസ്കൃത പദമാണ്. അതിനർത്ഥം ശുദ്ധം അല്ലെങ്കിൽ ശുദ്ധീകരിക്കണം എന്നാണ്. നമ്മുടെ ചിന്തകളുടെയും വാക്കുകളുടെയും പ്രവൃത്തികളുടെയും ശുദ്ധീകരണത്തിലൂടെ നമുക്ക് എങ്ങനെ സത്യസന്ധമായും കാരുണ്യത്തോടെയും വ്യക്തമായും ആശയവിനിമയം നടത്താമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. വിശുദ്ധി ചക്രം തൈറോയ്ഡ്, പാരാതൈറോയ്ഡ് ഗ്രന്ഥികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിശുദ്ധി ചക്രത്തിൻ്റെ സഹായത്തോടെ പരിതസ്ഥിതിയിൽ നിന്നും ആഗിരണം ചെയ്യപ്പെടുന്ന വിഷവസ്തുക്കളെയും മാനസിക മാലിന്യങ്ങളെയും നമുക്ക് നീക്കം ചെയ്യാൻ കഴിയും. ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ദോഷകരമായ വസ്തുക്കളുടെ ശുദ്ധീകരണവും വിഷവിമുക്തമാക്കലും ചക്രത്തിൻ്റെ ഒരു പ്രധാന പ്രവർത്തനമാണ്. പ്രധാനമായും നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ശ്വസിക്കുന്ന വായുവിൽ നിന്നും ഇത് വരുന്നു. തൊണ്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഉദാന പ്രാണനാണ് ഈ വിഷവിമുക്തമാക്കൽ നടത്തുന്നത്. ഉദാന പ്രാണൻ നമ്മെ വിഴുങ്ങാൻ പ്രാപ്തരാക്കുന്നു. ഉമിനീരിലൂടെ വിഘടിക്കപ്പെടുന്ന ഭക്ഷണം ഈ പ്രാണൻ വിഷവസ്തുക്കളിൽ നിന്നും ശുദ്ധീകരിക്കുകയും പിന്നീട് ദഹന വ്യവസ്ഥയിലേക്ക് കടത്തിവിടുകയും ചെയ്യുന്നു. ശക്തമായ ഉദാന പ്രാണനുമായി സംയോജിച്ച് സജീവമായൊരു വിശുദ്ധി ചക്രം ആരോഗ്യ സംരക്ഷണത്തിന് ഗണ്യമായ സംഭാവന ചെയ്യുന്നു. നമ്മുടെ താഴെയുള്ള എല്ലാ ചക്രങ്ങളും ഓരോ ഇമോഷനുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ ചക്രകളൊക്കെ നെഗറ്റീവ് ആവുമ്പോൾ നമ്മുടെ ത്രോട്ട് ചക്രയും ബ്ലോക്ക് ആവും. മറ്റൊരാളുമായി നമ്മെ താരതമ്യപ്പെടുത്തുമ്പോൾ, നമ്മളിൽ അസൂയ എന്ന വികാരം ഉണ്ടാകുമ്പോൾ ഒക്കെ ത്രോട്ട് ചക്ര ആണ് ബ്ലോക്ക് ആവുന്നത്. കുട്ടികളെ ഒരിക്കലും മറ്റു കുട്ടികളുമായി താരതമ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കരുത്. കാരണം ചെറുപ്രായത്തിലെ അവരുടെ ത്രോട്ട് ചക്ര ബ്ലോക്കായി പോവും. വിശുദ്ധി ചക്രം തടസ്സപ്പെട്ട ആളുകൾ പലപ്പോഴും സ്വന്തം തെറ്റുകൾ കാണാതെ അന്ധരായിരിക്കും. മാത്രമല്ല, തങ്ങളുടെ ദുഃഖത്തിനും നിർഭാഗ്യത്തിനും മറ്റുള്ളവരുടെ മേൽ പഴിചാരാൻ ശ്രമിക്കുകയും ചെയ്യും. വിശുദ്ധി ചക്രത്തിൻ്റെ എനർജി കുറഞ്ഞ വ്യക്തിയുടെ ശബ്ദം പതിഞ്ഞിരിക്കും. നാണം, കുറ്റം കണ്ടാൽ ചോദിക്കാൻ പേടി തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാം. എനർജി കൂടിയാൽ അധികമായ സംസാരവും ഗോസിപ്പിങ്ങുമാണ് ഫലം. സന്തുലിതാവസ്ഥയിലുള്ള വിശുദ്ധി ചക്രം ആധികാരികമായി സംസാരിക്കാനും സത്യം പറയാനും ഉള്ളിലുള്ള ഐഡിയാസ് വ്യക്തമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒരു വ്യക്തിയെ പ്രാപ്തനാക്കും. തൊണ്ടക്കുഴിക്ക് പിറകിലായി നട്ടെല്ലിലാണ് വിശുദ്ധി ചക്രയുടെ സ്ഥാനം. 16 ഇതളുകളുള്ള താമരയായാണ് സങ്കല്പം. ആകാശമാണ് തത്വം, നീലയാണ് നിറം, ഹം ബീജമന്ത്രം. ആരോമ തെറാപ്പി, ക്രിസ്റ്റൽ തെറാപ്പി, മെഡിറ്റേഷൻ, പ്രാർത്ഥന, യോഗ, നീല നിറത്തിലുള്ള ബ്ലൂബെറീസ്, ബ്ലാക്ക്ബെറീസ് വർഗത്തിൽപ്പെട്ട പഴങ്ങളും, ഇളനീർ, ഹെർബൽ ടീ, എഫർമേഷൻസ്, കൂടാതെ മറ്റനേകം വഴികളുണ്ട് വിശുദ്ധി ചക്രയെ ആക്ടിവേറ്റ് ചെയ്യാൻ. എന്നാൽ ഏറ്റവും എളുപ്പത്തിൽ വിശുദ്ധി ചക്രയെ ആക്ടിവേറ്റ് ചെയ്യാൻ റേക്കി ഹീലിംഗ് ഉപയോഗിക്കാം. ഹീലിങ്ങിനും ക്ലാസ്സുകൾക്കുമായി നമ്പർ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. നന്ദി.